എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട്, അതായത് vhscap.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് ഇവിടെ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്പർ കറക്റ്റായിട്ട് ഈ ഒരു ഇംഗ്ലീഷ് ആ ഒരു സ്പെല്ലിംഗ് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഇളനീല കളറിൽ ഒരു റിഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചേഞ്ച് ആവും. അപ്പോൾ അത് കറക്റ്റായിട്ട് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ ഏത് ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതിനുശേഷം നേരത്തെ, അതായത് ഈ ഒരു അപേക്ഷിച്ച അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതുമാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 8, 9 തീയതികളിലായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. ജൂലൈ 9-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. പെർമനൻറ്റ് അഡ്മിഷനാണ് വിദ്യാർത്ഥികൾ എടുക്കേണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ ടെമ്പററി അഡ്മിഷൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ 8, 9 തീയതികളായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ ഒരു അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 9-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. സ്ഥിര പ്രവേശനമാണ് നേടേണ്ടത്. ഈ ഒരു അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം അനുവദിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ 9-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം സ്ഥിര പ്രവേശനം നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. തെറ്റായ വിവരങ്ങൾ നൽകി ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റുകൾ റദ്ദാക്കപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടും ഫീസ് അടക്കാം. ഇതിനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിൻ ലഭ്യമാണ്. ഇത്തരം ഫീസ് അടക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈൻ ഫീസ് റെസിപ്റ്റ് സ്കൂളിൽ നൽകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. അത്ര രൂപയാണ് ഫീസ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും കമ്പ്യൂട്ടർ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കോഴ്സ്, അതായത് ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ കോഴ്സ് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് കോഡിലുള്ള കോഴ്സുകൾ ലഭിച്ചവർക്ക് ആ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷന് പോകുന്ന സമയത്ത് SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ ഉടൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.